റെഡ്മി പുതിയതായി അവതരിപ്പിച്ച റെഡ്മി നോട്ട് 9 MI നോട്ട് 10 ലൈറ്റ് സ്മാർട്ട് ഫോണുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഷവോമി ഇന്ത്യയിൽ റെഡ്മി നോട്ട് 9 പ്രോ, റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് സ്മാർട്ട് ഫോണുകൾ 2 മാസം മുമ്പാണ് പുറത്തിറക്കിയത്. നോട്ട് 9 സീരീസിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സ്റ്റാൻഡേർഡ് മോഡലായ റെഡ്മി നോട്ട് 9 കമ്പനി ഇതുവരെ അവതരിപ്പിച്ചിരുന്നില്ല. ഇപ്പോഴിതാ ഷവോമി റെഡ്മി നോട്ട് 9 യൂറോപ്പിൽ പുറത്തിറക്കി. ലീക്ക് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതുപോലെ നോട്ട് 9 മീഡിയാടെക് ഹീലിയോ G85 ചിപ്സെറ്റിനേറെ കരുത്തോടെയാണ് വരുന്നത്. റെഡ്മി നോട്ട് 9 സ്മാർട്ട് ഫോണിനൊപ്പം കമ്പനി MI നോട്ട് 10 ലൈറ്റും പുറത്തിറക്കി. റെഡ്മി നോട്ട് 9 സ്മാർട്ട് ഫോൺ ഇന്ത്യൻ വിപണിയിൽ നേരത്തെ കമ്പനി അവതരിപ്പിച്ച പ്രോ മോഡലുകളുടെ ധാരാളം സവിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ടാണ് അവതരിപ്പിച്ചത്. $199 ഏകദേശം 15,000 രൂപ ഈ സ്മാർട്ട് ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിന് ഉള്ളത്. റെഡ്മി നോട്ട് 9 സ്മാർട്ട് ഫോണിനൊപ്പം റെഡ്മി നോട്ട് 9 സ്മാർട്ട് ഫോണും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റിൽ ഷവോമി അവതരിപ്പിച്ച റെഡ്മി നോട്ട് 9 പ്രോ ഇന്ത്യയിൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്ന പേരിൽ അവതരിപ്പിച്ച അതേ ഫോണാണ്. ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾക്കും സ്നാപ്ഡ്രാഗൺ 720G ചിപ്സെറ്റ് തന്നെയാണ് ഉള്ളത്. റെഡ്മി നോട്ട് 9 പ്രോയിലും നിരവധി ഫീച്ചറുകൾ റെഡ്മി നോട്ട് 9ലും കാണാനാകും. ഫുൾ HD+ റെസൊല്യൂഷനോട് കൂടിയ 6.5 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ് ഫോണിന് നൽകിയിട്ടുള്ളത്. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും നൽകിയിട്ടുണ്ട്. ക്യാമറയ്ക്കായുള്ള പഞ്ച് ഹോൾ കട്ട് നടുഭാഗത്തിന് പകരം ഒരു വശത്താണ് നൽകിയിട്ടുള്ളത്. പിന്നിൽ പ്രോ മോഡലുകളുടെ അതേ സ്ക്വയറിംഗ് രൂപകൽപ്പനയുള്ള ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഉള്ളത്. റെഡ്മി നോട്ട് 9 കപ്പാസിറ്റീവ് ഫിംഗർ പ്രിന്റ് സെൻസർ കവർ ചെയ്യാനായി കറുത്ത പാച്ച് കൂടുതൽ താഴേക്ക് നൽകിയിട്ടുണ്ട്. ക്വാഡ് ക്യാമറ സെറ്റപ്പിൽ സാംസങ് GM1 സെൻസറുള്ള 48 മെഗാപിക്സൽ മെയിൻ ക്യാമറയാണുള്ളത്. ഇതിനൊപ്പം 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സൽ മൈക്രോ ക്യാമറയും 2 മെഗാപിക്സൽ ഡെപ്ത് ക്യാമറയും നൽകിയിട്ടുണ്ട്. സെൽഫികൾക്കായി 13 മെഗാപിക്സൽ ക്യാമറയാണ് ഫോണിനുള്ളത്. റെഡ്മി നോട്ട് 9 മീഡിയാടെക് ഹീലിയോ G85 ചിപ്സെറ്റിൻ്റെ കാര്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ 2 പെർഫോമൻസ് കോറുകളും 6 എഫിഷ്യൻസി കോറുകളും ഉള്ള ഒരു പ്രൊസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3GB 4GB റാം വേരിയന്റുകളിൽ ഫോൺ ലഭ്യമാണ്. സ്റ്റോറേജ് സ്പേസ് 64GB 128GB എന്നീ 2 ഓപ്ഷനുകളിലാണ് ഉള്ളത്. മൈക്രോ SD കാർഡ് ഉപയോഗിച്ച് സ്റ്റോറേജ് 128GB വരെ വികസിപ്പിച്ചെടുക്കാം. 18 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുള്ള 5020 mAh ബാറ്ററിയാണ് റെഡ്മി നോട്ട് 9 നൽകിയിരിക്കുന്നത്. സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇതുവരെ 22.5 വോൾട്ട് ഫാസ്റ്റ് ചാർജർ ബോക്സിൽ തന്നെ നൽകാറില്ല. എന്നാൽ ഷവോമി ഈ പതിവ് തെറ്റിക്കുന്നു. നോട്ട് 9ൻ്റെ കണക്ടിവിറ്റി സൈഡിൽ USB-C പോർട്ട്, 3.5mm ഹെഡ്ഫോൺ ജാക്ക്, NFC IR ബ്ലാസ്റ്റർ എന്നിവയാണ് ഉള്ളത്. പച്ച, വെള്ള, ചാര നിറങ്ങളിൽ റെഡ്മി നോട്ട് 9 ലഭ്യമാകും. 3GB റാമും 64GB സ്റ്റോറേജുമുള്ള ബേസ് വേരിയന്റിന് $199 ഏകദേശം 15,000 രൂപ വില വരുന്നു. 4GB റാമും 128GB സ്റ്റോറേജുള്ള ടോപ്പ് എൻഡ് മോഡലിന് $249 ആണ്, ഏകദേശം 19,000 രൂപ വില. ഇന്ത്യൻ വിപണിയിൽ ഈ സ്മാർട്ട് ഫോൺ എപ്പോൾ ലഭ്യമാകും എന്നതിനെക്കുറിച്ച് കമ്പനി ഇതുവരെ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പ്രീമിയം സവിശേഷത ആവശ്യമുള്ള ആളുകൾക്ക് തിരഞ്ഞെടുക്കാവുന്ന
നോട്ട് ഡിവൈസ് എന്ന നിലയിലാണ് MI Note 10 Lite പുറത്തിറങ്ങിയിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ MI Note 10 Lite പതിപ്പാണ് ഇത്. 108 മെഗാപിക്സൽ ക്യാമറയുള്ള വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആയിരുന്നു MI Note 10 Lite ബേസ് വേരിയന്റ്. €349, ഏകദേശം 28,000 രൂപ വില വരുന്നു. MI Note 10 Liteന്റെ പിന്നിൽ ക്യാമറ ഡിസൈൻ ഒഴികെ മറ്റുള്ളവയെല്ലാം MI Note 10ന് സമാനമാണ്. ക്യാമറ വിഭാഗത്തിൽ വന്ന പ്രധാന മാറ്റം 5 ക്യാമറകൾക്ക് പകരം 4 ക്യാമറകളാണ് നൽകിയിട്ടുള്ളത് എന്നതാണ്. ഫോണിൽ മുൻവശത്ത് കവേർഡ് എഡ്ജുള്ള 6.4 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുള്ള ഒരു AMOLED പാനലാണ് ഡിസ്പ്ലേക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. 60 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണിത്. 64 മെഗാപിക്സൽ സോണി IMX686 സെൻസർ ബേസ്ഡ് മെയിൻ ക്യാമറയാണ് MI Note 10 Lite നൽകിയിട്ടുള്ളത്. ഇതിനൊപ്പം ക്വാഡ് ക്യാമറ സെറ്റപ്പിൽ 8 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാപിക്സൽ മൈക്രോ ക്യാമറ, 5 മെഗാപിക്സൽ ഡെപ്ത് ക്യാമറ എന്നിവയും കമ്പനി നൽകിയിട്ടുണ്ട്. ഫോണിന്റെ പിൻഭാഗത്ത് ഇരട്ട LED ഫ്ലാഷും നൽകിയിട്ടുണ്ട്. ചെറിയൊരു നോച്ചിനകത്താണ് സെൽഫി ക്യാമറ നൽകിയിട്ടുള്ളത്. 32 മെഗാപിക്സൽ സെൻസറാണ് സെൽഫി ക്യാമറയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. MI 10 Liteൽ 8GB റാമും 128GB സ്റ്റോറേജ് വരെ ജോഡിയാക്കിയ സ്നാപ്ഡ്രാഗൺ 720G ചിപ്സെറ്റ് നൽകിയിട്ടുണ്ട്. 5260 mAh ബാറ്ററിയാണ് ഫോണിൽ നൽകിയിട്ടുള്ളത്. ഈ ബാറ്ററി ഒരൊറ്റ ചാർജിൽ 2 ദിവസം വരെ ഫോൺ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളതാണെന്ന് കമ്പനി അവകാശപ്പെടുന്നു. 30 വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും കമ്പനി ഈ സ്മാർട്ട് ഫോണിന് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ല സജഷൻസും ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.